എനിക്കും കിട്ടി ഇന്ന് KSRTC ബസ്സിൽ ഫ്രീ ടിക്കറ്റ്. പാലക്കാട് നിന്ന് ഗുരുവായൂർക്ക് 7 മണിക്ക് KSRTC ബസ് കയറിയിട്ട് 9:30 ഗുരുവായൂരെത്തി. 102 രൂപ ഫ്രീ ടിക്കറ്റ്. റൂം ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയപ്പോൾ ശീവേലി നടക്കുകയാണ്. ശീവേലിയൊക്കെ കണ്ട് തൃപ്പൂക എല്ലാം കണ്ടിട്ട് നെയ്യൊക്കെ സേവിച്ചിട്ട് പിന്നെ റൂമിൽ പോയി റെസ്റ്റ് എടുത്ത് രാവിലെ 3 മണിക്ക് എണീറ്റ് കുളിച്ച് 3:45 നിന്ന ക്യൂവ് 9 മണിക്കാണ് ഞങ്ങൾക്ക് ദർശനം കിട്ടിയത്. അത്രയും തിരക്കായിരുന്നു. ക്യൂ നിന്ന് ഒരു 8 മണിയൊക്കെ ആയപ്പോൾ കുറച്ച് സ്ത്രീകൾ പോയിട്ട് സെക്യൂരിറ്റിയോട് ചോദിച്ചു എപ്പോഴാണ് തൊഴാൻ പറ്റുക, എപ്പോഴാണ് ക്യൂ വിടുക ചോദിച്ചപ്പോൾ 9 മണി എന്തായാലും ആവുന്നു, അത്രയ്ക്ക് തിരക്കുണ്ട് പറഞ്ഞു. അപ്പോൾ സ്ത്രീകൾ അയ്യോ ഞങ്ങൾക്ക് അത്ര നേരം നിൽക്കാൻ പറ്റില്ല, ഞങ്ങളെ തുറന്നു വിടും, ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ സെക്യൂരിറ്റി ചോദിച്ചു നിങ്ങൾ ഭഗവാനെ കാണാനാണോ വന്ന് അതോ വേറെ എന്തിനെങ്കിലോ എന്ന് ചോദിച്ചു. അത് ശരിയല്ലേ? അവിടുത്തെ പൂജകളും അവിടുത്തെ ഓരോ ചടങ്ങുകളും കഴിയാതെ നമുക്ക് ദർശനം കിട്ടില്ലല്ലോ. ഭഗവാന് അവിടെ പോയി കാണണമെങ്കിൽ അവരുടെ എല്ലാ നിയമങ്ങളും പാലിച്ച് ആ സമയം നോക്കി നിന്നിട്ട് തന്നെ ദർശനം കിട്ടിയിട്ട് വരണം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ. ഒരു ചെറിയ ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ചാലും ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും. എല്ലാം ഭഗവാൻ എല്ലായിടത്തും ഇരുന്നും കാണുന്നുണ്ട്. നമ്മുടെ പഴയ പൂന്താനത്തിൻ്റെ കഥയും കൂറൂരമ്മയുടെ കഥയൊക്കെ കേട്ടിട്ടില്ലേ? ഭഗവാൻ വിളിച്ചാൽ നമ്മുടെ വെളിപ്പുറത്ത് വരും എന്ന് വിശ്വസിക്കണം. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. KSRTCയിൽ ഫ്രീ ടിക്കറ്റാണെന്നും പറഞ്ഞിട്ട് എല്ലാവരും ഗുരുവായൂർക്ക് പോയാൽ പിന്നെ തിരക്കില്ലാതിരിക്കുമോ?